മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണിക്കുന്നത് നമ്മൾ സ്റ്റാൻഡിനെയാണ്. അപ്പോൾ സ്റ്റാൻഡിയുടെ വീട്ടിൽ നന്നായിട്ടിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻഡിനെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻഡി ഹലോ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, സ്റ്റാൻഡി ഇപ്പോൾ ഫ്രീ ആണോ അതോ തിരക്കാണോ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻഡി പറയും, ഇല്ല പറഞ്ഞോളൂ, ഞാൻ ഫ്രീ ആണെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നാളെ സ്റ്റാൻഡി കുളത്തൂർപ്പുഴ വീട്ടിലുണ്ടാവില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, എന്താ ബാലചന്ദ്രൻ, എന്താ കാര്യം എന്ന് ചോദിക്കും. ഞാനിവിടെ ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നാളെ ഞാൻ അലീനയും കൂട്ടി അങ്ങോട്ട് വരാമെന്നാണ് വിചാരിക്കണേ എന്നുള്ള കാര്യം ബാലചന്ദ്രൻ സ്റ്റാൻലിനോട് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, സ്വാഗതം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, അതോ ഞാൻ ഇനി അവിടെ വന്നിട്ട് അവളെ വിളിച്ചിട്ട് പോനോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ആരാന്ന് ഇവിടെ എല്ലാവരോട് പരിചയപ്പെടുത്താനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, ആയിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ ഇപ്പോഴും സംശയമാണ്, ഇനി അവൾ അവിടെ സുരക്ഷിതയായിരിക്കുമോ, എന്തായിരിക്കും അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, സ്റ്റാൻലി നിങ്ങളുടെ കുടുംബത്തെ പറ്റി ഒക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ, മക്കളുണ്ട്, ഭാര്യയുണ്ടെന്നൊക്കെ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ്, അവരൊക്കെ ഇതിനെയൊക്കെ എങ്ങനെ കാണും, പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, പ്രശ്നമാവാതിരിക്കില്ല, ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇതിന് മാനേജ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കണേ എന്നൊക്കെ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അവൾ കാരണമോ നിങ്ങളുടെ കുടുംബക്കാർക്ക് അവൾ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ അവൾ ഒരു ശല്യമായിട്ട് തോന്നുകയോ ചെയ്യണമെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്, അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി ബാലചന്ദ്രന് വാക്ക് കൊടുക്കുന്ന പോലെ പറയും, ബാലചന്ദ്രൻ അവൾ എൻ്റെ മകളല്ലേ, ഞാൻ ഒരിക്കലും അവളെ കൈവിടില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കണത് നമ്മുടെ മനു അലീനയും കൂടി വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അലീന ഇങ്ങനെ പറയും, മനുവേട്ടാ എന്ന് വിളിക്കും. അപ്പോൾ മനു പറയും, ഇനി ആരോടൊക്കെ യാത്ര പറയാനുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, മനുവേട്ട അത് എന്ന് പറയുമ്പോൾ അലീനയോട് മനു പറയും, എന്നോട് യാത്ര പറയാനാണെങ്കിൽ പറയണ്ട, എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, അലീന പറയും, എന്നാലും എന്ന് പറയുമ്പോൾ പറയും, എനിക്ക് ഇങ്ങനെ എന്നെ ഇട്ടേച്ച് പോകുന്ന പോലെ തോന്നണേ, എന്നെ ഒഴിവാക്കി പോകുന്ന പോലെ തോന്നണേ എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, ഒരിക്കലും ഇല്ല, എൻ്റെ മനസ്സിൽ മനുവേട്ടനോടുള്ള ഒരു സ്ഥാനമുണ്ട്, അത് ഒട്ടും വിലമതിക്കാത്തതാണ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അലീന പറയാം, മനുവേട്ടൻ ഇറങ്ങുന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ മനു പറയും, ഇറങ്ങിയിട്ട് എന്തിനാ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, പറയാതെ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് മനുവേട്ട എന്ന് പറയും. അപ്പോൾ മനു പറയും, നീ ഇപ്പോൾ ഉദ്ദേശിക്കണത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഞാനകത്തേക്ക് വരണം, അവിടെ ഉള്ളവരെയൊക്കെ കാണണം, നല്ല രീതിയിൽ സംസാരിക്കണം, ചിരിക്കണം, അതേപോലെ നീ തരുന്ന ചായ കുടിക്കണം, ഇതൊക്കെയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, പറയാതെ എന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് മനുവേട്ടനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കും കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനു അലീനയുടെ കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കും, എന്താ ഇത് എന്ന് ചോദിക്കും. അപ്പോൾ മനു പറയും, ഒരു ദിവസം നമുക്ക് ഇതേപോലെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വരണം, അതെൻ്റെ ആഗ്രഹമാണ്, എന്നെങ്കിലും അങ്ങനെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അകത്തേക്കൊക്കെ കയറി കഴിയുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ഓടി വരും. എന്നിട്ട് ചോദിക്കും, മനുവേട്ടനാണല്ലോ, അലീന ചേച്ചീനെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കും. ശരണി ചേച്ചിന് വീട്ടിൽ പോയതല്ലേ, പിന്നെ മനുവേട്ടനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ മനു പറയും, അതെ, ഞാനേ ഒരു പഴുത്ത മാങ്ങയായിരുന്നേ, റോട്ടിൽ കിടക്കുമായിരുന്നു, അപ്പോൾ ഇവള് എന്നെ വഴിയിൽ നിന്ന് കിട്ടിയപ്പോൾ പിറക്കി എടുത്തിട്ട് കൊണ്ടുവന്നാന്ന് പറയും, തമാശ പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും, ചളി പറയുന്ന കാര്യത്തിൽ മനുവേട്ടന് കഴിഞ്ഞ ആരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയൊക്കെ ബബിത വരും. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ബാലൻ വരുവാണ്. അപ്പോൾ ബാലനും പറയും, എന്താ മനു എപ്പോഴാണ് വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഇവള് ഇങ്ങനെ ശരണ്യയുടെ വീട്ടിൽ പോയി ആ വഴി ഇങ്ങനെ വീട്ടിൽ വന്നായിരുന്നു, എല്ലാവരോടും യാത്ര പറയുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവളെ കൊണ്ടേ ആക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോന്നാന്നൊക്കെ പറയും. അങ്ങനെ ഇവരെല്ലാവരും അലീന ചായ എടുത്തുകൊണ്ട് വന്നു, എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു ഇങ്ങനെ ചോദിക്കും, അപ്പോൾ ഇനിയിപ്പോൾ അലീന പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആൻറ്റി ഇങ്ങോട്ട് വരില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, പിന്നെ അലീനയായിരുന്നല്ലോ ഇവിടുത്തെ ഭരണം, അപ്പം ഇനി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും,
ഇല്ല മനു, ഇനി ഞാനൊന്ന് ഭരിക്കട്ടെ, ഇനി എൻ്റെ ഭരണം എങ്ങനെയാണെന്ന് എല്ലാവരും കാണട്ടെ എന്നൊക്കെ പറയണം. അപ്പോൾ ബബിത പറയും, അച്ഛന് വീണ്ടും ഒരു യുദ്ധത്തിനാണോ റെഡിയായി നിൽക്കുന്നത്? അമ്മ വരാൻ കാത്തിരിക്കുവാണോ? അച്ഛ അങ്ങനെയൊന്നും ചെയ്യരുത്, അലീന ചേച്ചി ഇനി നമുക്ക് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമ്മ വരുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ പെരുമാറണം. അങ്ങനെ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സോൾവ് ആയി കഴിയുമ്പോൾ നമുക്ക് അലീന ചേച്ചീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, മോളെ നിനക്കൊന്നും അറിയില്ല, നീ ഒന്നും അറിയാത്തതാണ് നല്ലത് എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവരിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അലീനയോട് പറയും, മോളെ ഇന്ന് മുതൽ നിൻ്റെ ജാതകം മാറുവാണ്, അത്രക്ക് നല്ലൊരു കുടുംബത്തിലേക്കാണ് നീ പോണത്, ഇനി നിൻ്റെ ജീവിതം വേറൊരു തരത്തിലായിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, ഓ പിന്നെ ഏതോ അത്ഭുത ലോകമാണ് അച്ഛാ എന്ന് ചോദിക്കും. പറയും ബാലചന്ദ്രൻ, ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന് പറയില്ലേ, അതേപോലെ അത് മാറ്റിയിട്ട് ഇനി അലീനയുടെ അത്ഭുത ലോകം എന്നങ്ങനെ ആക്കണം എന്നിങ്ങനെ പറഞ്ഞാൽ അവരിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് എല്ലാവരും അങ്ങനെ പോയി. കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ ബബിത ഫ്രഷൊക്കെ ആയി വരുവാണ്. അപ്പോൾ വരുമ്പോൾ കോള് വരും. കോള് കാണുമ്പോൾ തന്നെ ബബിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാരണം അത് അമ്മയാട്ടോ. അപ്പോൾ അവളിങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ്, ഇത് എടുക്കണോ വേണ്ടേന്ന്. അങ്ങനെ നിൽക്കുമ്പോൾ അവസാനം എടുക്കുമ്പോൾ വൈജയന്തി എടുത്ത പാടെ ചീത്ത പറയാൻ തുടങ്ങും. നിനക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വിളിച്ചാലെന്താ, എന്നാൽ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുമോ, അതെങ്ങനെയാ, അവളല്ലേ ഭരണം, എല്ലാത്തിനും അലീനേനെയാണ് കുറ്റം പറയണത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ദേഷ്യമായി. അപ്പോൾ ബബിത പറയും, അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഒന്ന് മര്യാദക്ക് സംസാരിക്കാൻ കഴിയുമോ, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ കുറ്റം പറയാനും അതിന് അമ്മയ്ക്കും കമലാൻ്റിക്കും ഒക്കെ നേരെയുള്ളൂ എന്ന് പറയും. അപ്പോൾ വൈജ പറയും, ഓ ഞങ്ങളിപ്പോൾ പറയുന്നതാ കുറ്റം, എന്നിട്ട് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നോ, നിൻ്റെ അച്ഛൻ പറഞ്ഞ കള്ളക്കഥ പൊളിഞ്ഞില്ലേ, അതിനെപ്പറ്റി നിനക്കെന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബബിത പറയും, അച്ഛൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ബബിത ഇങ്ങനെ പറയുന്നുണ്ട്, ഓ അമ്മ അത്ര മോശമല്ല എന്ന് എനിക്ക് മനസ്സിലായി, അമ്മക്ക് പണ്ടത്തെ എന്തെങ്കിലും അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ടോ അച്ഛൻ ഇത്ര വെറുക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി, അതെന്താ എന്നാ വർത്താനടി നീ പറയുന്നത്, ഇങ്ങനത്തെ വർത്താനം നീ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബബിത പറയും, അമ്മ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സമാധാനം പോയി, അതുകൊണ്ട് ആരും അമ്മേനെ വിളിക്കാത്തത്, അമ്മയുടെ സംസാരം അത് ഭയങ്കര മോശമാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് വേദന വൈജയന്തി ഇങ്ങനെ ഓരോ വിഷവാക്കുകൾ ഇങ്ങനെ കുത്തിവെക്കുകയാണ് മക്കളിൽ. അപ്പോൾ വേദന ബബിതയ്ക്ക് ഇത് കേട്ടിട്ട് ഈ അലീനേനെയും ബാലചന്ദ്രനെയും ഒക്കെ പറ്റി മോശം രീതിയിലൊക്കെ പറയുന്നത് കേട്ടിട്ട് ബബിത വേഗം തന്നെ ഫോൺ കട്ട് ചെയ്ത് ഇങ്ങനെ വിഷമിച്ച് ദേഷ്യപ്പെട്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് അലീന ഒരു കപ്പിൽ ചായ ആയിട്ട് വരും. അപ്പോൾ ഈ ചായ കാണുമ്പോൾ ആദ്യം തന്നെ അലീനക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പം ബബിത ഇങ്ങനെ വിഷമിച്ചിരിക്കും, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആരാ ഫോണിൽ ചോദിക്കുമ്പോൾ പറയും അമ്മയാന്ന് പറയും. അപ്പോൾ അമ്മയുടെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും ചേച്ചി എന്നൊക്കെ പറയും. അപ്പോൾ അലീന പറയും, നമ്മൾ ഒരിക്കലും അവരോട് ദേഷ്യപ്പെടരുത്, അവർക്ക് ഇപ്പോൾ മാഡത്തിനെ സംബന്ധിച്ച് മാഡത്തിൻ്റെ കയ്യിൽ ഒതുങ്ങിയിരുന്ന ഒരു ആളുകൾ, അതായത് എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിഞ്ഞു എന്ന് മാഡം പറയുന്നു. ഇവിടെ അത് പെട്ടെന്ന് കൈ വിട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ് മാഡം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ ബബിത പറയും, എനിക്കെന്തോ പെട്ടെന്ന് ദേഷ്യം വരും ചേച്ചി, അപ്പോൾ ഇനി അതെന്തുകൊണ്ടാണ് എൻ്റെ കൃഷ്ണമോൾ പറയുന്ന പോലെ ഞാൻ അഹങ്കാരി ആയതുകൊണ്ടാവോ എന്നൊക്കെയാണ് ചോദിക്കും. അപ്പോൾ അലീന ചോദിക്കും, ആര് പറഞ്ഞു നമ്മൾ കൃഷ്ണമോളോ, അന്ന് അവളോട് ചോദിക്കണമല്ലോ, കൃഷ്ണേ എന്നും പറഞ്ഞ് വിളിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് വരണത് നമ്മുടെ രോഹിത്തായിരിക്കും. അപ്പോൾ രോഹിത്തേക്കും എന്താ ഇവിടെ എന്ന് ചോദിക്കും. പറയും, അല്ല നീ കേട്ടോടാ രോഹിത്തെ, ഇവളെ നമ്മുടെ ബബിത അഹങ്കാരിയാന്ന് പറഞ്ഞു കൃഷ്ണമോള്, അവളെവിടെയാന്ന് ചോദിക്കും. അപ്പോൾ അവൾ അവിടെ ഏതോ ഡാൻസ് ക്ലാസ്സിലെ കൂട്ടുകാരികളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പോൾ പറയും, ഇതാണോ കാര്യം, ഇതിന് ഒരു ഉത്തരം പറയാനായിട്ട് ഞാൻ പറയാമല്ലോ, അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചവളെ ഇവള്, ഇതിൽ ഒരു സംശയവും. അഹങ്കാരം എന്ന് പറയുന്നതിന് ഒരു വാക്കേ ഉള്ളൂ, അത് ഇവളുടെ പേരാ എന്നൊക്കെ പറയും. അപ്പോൾ ബബിതക്ക് അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. അലീനയ്ക്ക് ചിരിയും വരുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബബിത രോഹിത്തിൻ്റെ പുറകെ ഓടുവാണ്. അപ്പോൾ രോഹിത്ത് പേടിച്ച് ഓടും മുമ്പിൽ. അപ്പോൾ രോഹിത്ത് വേഗം തന്നെ ഒരു പില്ലോ എടുത്തിട്ട് ബബിതയുടെ നേർക്ക് എറിയണത് വന്ന് കൊള്ളുന്നത് അലീനയുടെ മേത്ത്. അപ്പോൾ അലീനയുടെ ദേഹത്ത്. അപ്പോൾ അലീന ഇങ്ങനെ ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ
സന്തോഷിച്ച് എല്ലാവരും കൂടി ഇരിക്കുവാണ്. ഇതിന് ശേഷം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയായി അലീന കിടക്കാൻ വേണ്ടി കിടക്കയൊക്കെ വിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ കൃഷ്ണമോള് വാതൊക്കെ വന്ന് മുട്ടും. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ എന്താ മോളെ നിനക്ക് ഉറക്കം ഒന്നും വന്നില്ലേ, ഇത്ര നേരമായിട്ട് നീ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കൃഷ്ണമോള് പറയും, ഇല്ല ചേച്ചി എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, ചേച്ചി നാളെ ഇവിടുന്ന് പോവാന്ന് കേൾക്കുമ്പോൾ എന്ന് പറയും. അപ്പോഴും അലീന പറയും, എന്തിനു നീ വിഷമിക്കണേ, ഞാൻ പോയാലും ഇടയ്ക്ക് വരില്ലേ, അതേപോലെ തന്നെ നമ്മൾ കോള് ചെയ്യും, നമ്മൾ വീഡിയോ കോളിലൂടെ കാണാം എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോള് പറയും, എന്തൊക്കെയായാലും നമ്മൾ ചേച്ചി വീട്ടിലില്ലല്ലോ, പിന്നെ ഞങ്ങൾ കാരമുള്ളത്, ഞാനും വരട്ടെ ചേച്ചിയുടെ കൂടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കൃഷ്ണമോൾ ഇങ്ങനെ ഒരുപാട് വിഷമിക്കട്ടെ. എന്നിട്ട് അലീന അവളെ കൊണ്ടുവന്ന് കട്ടിലിൽ ഇരുത്തും. എന്നിട്ട് അടുത്തിരിക്കും. എന്നിട്ട് പറയും, ഇന്ന് മോള് എൻ്റെ കൂടെ കിടന്നാൽ മതി കേട്ടോ, എങ്ങും പോകണ്ട കേട്ടോ, നമുക്ക് ഒരുമിച്ച് ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം എന്നൊക്കെ പറയും. എന്നിട്ട് അലീന ഇങ്ങനെ പല കാര്യങ്ങളും അലീന പോയി കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ നിന്ന് പടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വരില്ലേ, പിന്നെ അമ്മ വരുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ, അച്ഛനെ വീണ്ടും ഭരിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ വന്ന അച്ഛൻ വെറുതെ ഇരിക്കുമോ, ചേച്ചി ഉള്ളതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ ഒന്നും പുറത്ത് പറയാതെ വെച്ചേണേ, എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ അലീന ഇങ്ങനെ അലീന അപ്പോഴാട്ടോ കരയണേ, ചങ്ക് പൊട്ടുന്ന വേദനയോടുകൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വികാരം നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണണം എപ്പിസോഡ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.